ഹായ് നമസ്കാരം, വിഷ്ണു വലിയേട്ടിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ചാനൽ വീഡിയോ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഇതൊരു സെലിബ്രിറ്റിയെ പരിചയപ്പെടുത്തുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മനുവർമ്മയാണ്. ഷൈൻ ടോൺ ചാക്കോ, അതുപോലെ ശ്രീനാഥ് ബാസി, ഇവരുടെയൊക്കെ ലഹരി ഉപയോഗമൊക്കെ വളരെ വിവാദമായി കത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലിപ്പോൾ. വിഷ്ണു അത് മലയാള സിനിമയിൽ നിന്ന് ആരെങ്കിലും ഒഴിവാക്കാൻ ശ്രമിച്ചായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു മിനിറ്റ് കട്ടി. അച്ഛൻ ഇത് നടന്നാ പോയത്. ഞാനും അച്ഛനും കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സീനാണ്. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം മമ്മൂക്കോട് ഞാൻ ചോദിച്ചു, അടുത്ത പടത്തിൽ എന്നെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അതിഥി മനുവർമ്മയാണ്. മനുചേട്ടന്റെ പുതിയ വീടിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. നമസ്കാരം. ഞാനൊരു പുതിയ വീട് വാങ്ങിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലിരിക്കുകയാണ്. എൻ്റെ അനിയൻ വിഷ്ണുവായിട്ട് ഇരിക്കുകയാണ്. ഞാൻ ഈ ഒരു മേഖലയിൽ വന്നിട്ട് കുറച്ച് നാളായി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചാനൽ മേഖലയല്ല. എത്ര വർഷമായി കാണണം നമ്മൾ സീരിയൽ ഫീൽഡുമായിട്ടുണ്ട്? ഒരിക്കലും ഞാനും വിഷ്ണുവായിട്ട് ചാനൽ മേഖലയല്ല കേട്ടോ. ഏകദേശം ഒരു 30 വർഷത്തിലും കൂടുതലായില്ല. ഒരു 25 വർഷം തീർത്തായിട്ടുണ്ടോ അല്ലേ? ആ ശരി, അവനെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പൊ ആ ഒരു ബന്ധമാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഈ സിനിമ എന്ന് പറയുന്ന ഒരു മേഖല അവിടെ അത് കറക്റ്റാണ്. കാരണം വിഷ്ണു ഒരു റൈറ്ററായിട്ടും ഒരു സിനിമാ മേഖലയിലേക്കും വരുന്നത് ഏകദേശം ഞാൻ വഴിയായിരിക്കും. സിനിമ ആഗ്രഹിക്കുന്ന സമയത്ത് അഞ്ജലി എന്നൊക്കെ വളരെ തുച്ഛമായ ഉണ്ട്. സംവിധായകൻ രാജീവ് അഞ്ജലി ആണ് അഞ്ജലിനെ ഈ സിനിമയിലേക്ക് എത്തുന്നത്. ഇപ്പം റസൂൽ പൂക്കുട്ടിയായി വന്ന് വളരെ വേൾഡ് തീർച്ചയായിട്ടും വൈഡിലേക്ക് ആയി കഴിഞ്ഞു. ഞാനിപ്പോഴും പറയാൻ പോകുന്നത്, റസൂലിന്റെ പരിപാടിക്ക് ഞാൻ വരുന്നത് വിഷ്ണു വഴിയാണ്. ഞാനത് വിഷ്ണുവിന്റെ വണ്ടിയിലാണ് ഞാൻ വരുന്നത്. ഞാനത് മറന്നിരുന്നതാണ്. അതായത് റസൂൽ പൂക്കുട്ടി സാറിന് ഓസ്കാർ കിട്ടി. അതിന്റെ ഒരു വലിയ ഫംഗ്ഷൻ വിളക്കുമാർ ക്ഷേത്രത്തിൽ വെച്ച് മുകേഷ് എല്ലാവരും എത്ര പേരുണ്ടായിരുന്നു, ഗണേഷ്, മുകേഷ് എല്ലാവരും ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷന് എന്നെ കൊണ്ടുപോയത് വിഷ്ണു വഴിയാണ്. ഇതൊക്കെ ശരിക്കും നമ്മള് പ്ലാൻ ചെയ്ത സംഭവങ്ങളൊന്നുമല്ല. ഇതും പ്ലാൻ ചെയ്തതല്ല അല്ലേ? ഒന്നുമില്ല. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം മമ്മൂക്കോട് ഞാൻ ചോദിച്ചു, മമ്മൂക്കയുടെ ഒരു ഇതിൽ ഞാനൊരു ഹാപ്പി വിഷു ഇട്ടു. എപ്പോൾ ഇട്ടാലും അദ്ദേഹം തിരിച്ച് റിപ്ലൈ ചെയ്യും. അപ്പൊ ഞാൻ തിരിച്ചു, ഇക്ക ഇഫ് യു ലവ് മീ, അടുത്ത പടത്തിൽ എന്നെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ കാണിച്ചു. അത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഇതല്ലേ, ഗിഫ്റ്റ് അല്ലേ. ഞാൻ ശരിക്കും പറഞ്ഞാല് മനുഷ്യേട്ടനെ അറിയുന്നത് പണ്ട് മമ്മൂട്ടിയുടെ ഒരു സിനിമയ്ക്കകത്ത് നീലഗിരി സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യേണ്ട വേഷമല്ല. ശരിക്ക് ഞാൻ ചെയ്യേണ്ട വേഷമല്ല, മനോജ് ചെയ്യേണ്ട വേഷമാണ്. ചെയ്യേണ്ട വേഷമാണ്. അപ്പൊ രഞ്ജിത്തേട്ടൻ എൻ്റെ ഏറ്റവും അടുത്ത രഞ്ജിത്തേട്ടൻ എനിക്ക് കോളേജ് ഇതിലുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ രഞ്ജിത്തേട്ടൻ വഴി ഉണ്ടായിരുന്നൊരു ബന്ധമായിരുന്നു. അപ്പൊ പെട്ടെന്ന് വന്നൊരു ഒരു ഇതിലാണ് എന്നെ വിളിക്കുന്നത്. അതൊരു നല്ല വേഷമായിരുന്നു അല്ലേ? അതിലൂടെയാണ് എനിക്ക് നല്ല ശ്രദ്ധിക്കപ്പെടുന്ന അതിലൂടെ അല്ലേ? അല്ല, ഞാൻ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇന്നത്തെ ജനറേഷനിൽ ആർക്കും കിട്ടാത്ത കുറെ ഭാഗ്യങ്ങളുണ്ട്. സുകുമാരൻ, സോമേട്ടൻ ഇവരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചു തുടങ്ങുമ്പോൾ പൃഥ്വിരാജും ഇന്ദ്രനുമൊക്കെ ഇത്ര കൊണ്ടു പള്ളിനീക്കർ വിട്ട് നടക്കുന്നത് ആൾക്കാരാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു. മുരളിച്ചേട്ടൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ ഒരു വലിയ സംഭവം തന്നെയല്ലേ. ശരിക്കും പറഞ്ഞാല് ഈ മലയാള സിനിമയിൽ നിന്ന് മൺമറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്. അതിനകത്ത് ഈ മുരളിച്ചേട്ടൻ, സുമാനസ, ഇങ്ങനെയൊക്കെ. പക്ഷെ ഇവർക്കൊന്നും പകരമായിട്ട് ഒരാൾ പോലും ഈ നിമിഷം വരെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു അതല്ലേ.
മമ്മൂക്കയോട് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂക്ക ഇപ്പോഴും പറയും ഇവരുടെ എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. മമ്മൂക്കയോട് ചോദിച്ച് ഇപ്പോഴും പറയുന്ന എന്താ അറിയോ, ഇവരുടെ ഒന്നും പകരമിക്കൊന്നുമില്ല. ആളില്ല. മമ്മൂക്കായാലും ശരി, ലാലേട്ടനായാലും ശരി, ഇവരെല്ലാവരും മനസ്സിലാക്കി അഭിനയിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അഭിനയിക്കുമല്ലോ ശരിക്കും, ജീവിക്കുകയാണ്. ഇപ്പോഴത്തെ പുതിയ പിള്ളേർ വരുന്നവരെല്ലാവരും അവരാണ് സിനിമ എന്ന് ധരിച്ച് ചെയ്യുന്നത്. ഒരുപാട് അതിപ്പോ എനിക്ക് ഭാര്യയാവും. ഞാൻ ഈശ്വരനിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നമ്മള് എങ്ങനെ ആവണം, എന്താവണം എന്നുള്ളത് ഭഗവാനാണ് തീരുമാനം. മനുചേട്ടന്റെ സിനിമയിലേക്കുള്ള വരവ് അത് ഏത് കാലഘട്ടത്തിലാണ്, അത് കൃത്യമായിട്ട് ഓർമ്മയുണ്ടോ? ഓർമ്മ കാണുന്ന കാര്യം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഡേറ്റ് ടൈം ഓർത്തുവെക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. 89 ഫസ്റ്റ് സിനിമ ഏതായിരുന്നു? ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് പോലീസ് ഡയറി എന്ന് പറയുന്ന KG വിജയകുമാറിന്റെ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട്. അത് എത്ര വയസ്സുണ്ടായിരുന്നു? എനിക്ക് 20 വയസ്സ്. 20 വയസ്സിലാണ്? 19 വയസ്സ് 20 വയസ്സ്. അപ്പൊ അന്ന് കൂടെ അഭിനയിച്ചവര് എനിക്ക് സുഖമായിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സുഖമായിട്ടുണ്ടായിരുന്നു. റിസൾട്ട് പഞ്ചുവച്ചു. അതില് എൻ്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചത്. അപ്പോൾ അതിലൊരു സീനുണ്ട്, ഞാൻ ജയിലിനകത്ത് കിടന്ന് മരിക്കുന്നൊരു സീൻ. ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ജോലിക്കാരിയോ അമ്മയോ അങ്ങനെ ആരോ ഒന്ന് പറഞ്ഞു, ഒന്ന് പൊട്ടിക്കരയുകയാണ്. തമ്പുരാനെ ഇങ്ങനെയാണ് പോയെന്ന്. അച്ഛൻ ഇത് നടന്നാണ് പോയത്. ആദ്യമായിട്ടുള്ള കോമ്പിനേഷൻ സീനായില്ലേ? ഫസ്റ്റ് ഞാനും അച്ഛനും കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സീനാണ്. ശരിക്കും വർമ്മ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. അതിനകത്ത് എനിക്ക് ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മംഗല്യപ്പെട്ട് എന്ന് പറയുന്ന സീരിയലിൽ ഞാൻ കുറച്ച് എപ്പിസോഡ്സിൽ അതെ അല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ എന്ന് പറഞ്ഞാൽ വർമ്മ സാറിന് സുഖമില്ലാതെ ഇരിക്കുന്ന സമയത്ത് അവസാന ദിവസത്തെ അഭിനയം ഞാൻ സാക്ഷിയാണ്. എൻ്റെ അച്ഛൻ്റെ ലാസ്റ്റ് സീരിയലാണ്. കാര്യം ഞാനും കൂടെ ചേർന്നാണ് വർമ്മ സാറിനെ അന്നേരം സുഖമില്ലാതെ വന്നിട്ട് ഷൂട്ട് തീർന്നില്ല ശരിക്കും പറഞ്ഞാൽ. ആ വണ്ടിയിലേക്ക് കയറ്റി വിടുമ്പോൾ ഞാനും കൂടെ ചേർന്നാണ് എടുത്ത് കയറ്റി വിടുന്നത്. ഞാൻ ആദ്യമായിട്ട് ഹൈമാനത്തെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെയാണ് വരുന്നത്, പരിചയപ്പെടാൻ വേണ്ടി വരുന്നത് അല്ലേ? കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തമ്മിൽ ഇടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ട്, എന്നെ ഞാൻ വീട്ടിൽ വരാറുണ്ടായിരുന്നു, വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. ഞാൻ അച്ഛൻ്റെ വീട്ടിൽ വന്ന പല സമയങ്ങളിലും ഞാൻ അച്ഛനെ വിളിച്ച് കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് ഒരുപാട് നല്ല നിമിഷങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു അച്ഛൻ മകൻ ബന്ധമല്ല വീട്ടില്, കൂട്ടുകാരെ പോലെ. അത് ഞങ്ങളെല്ലാവരും വീട്ടില് എല്ലാവരും സുഹൃത്ത് ബന്ധങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ കരയിക്കരുത് എന്നെ. ഞാനൊരു പേഴ്സണലി ഒരു കാര്യം ചോദിച്ചോളൂ. മനുഷ്യയുടെ ഒരു കാലഘട്ടത്തിൽ നല്ലപോലെ കത്തി കയറി വന്നിട്ട് ഇടയ്ക്ക് ഒന്ന് സൈലന്റ് ആയ പോലെ, അത് മലയാള സിനിമയിൽ നിന്ന് ആരെങ്കിലും ഒഴിവാക്കാൻ ശ്രമിച്ചതായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഞാനിപ്പോൾ ആരെയും കുറ്റപ്പെടുത്താനില്ല വിഷ്ണു. കാരണം എന്താ അറിയോ, ഇതിപ്പോ ഒരാൾ കയറി വരുന്നതും ഒരാൾ ഡൗൺ ആവുന്നതും ഈശ്വരൻ്റെ കയ്യിലാണ്. അപ്പം നമ്മളിപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മളെക്കാളും ഒരുപാട് അർഹതയുള്ള ആൾക്കാർ കയറി വരുന്നു. ഇപ്പോൾ ശരിക്കും നമ്മുടെ മലയാള സിനിമ നല്ല രീതിയിൽ പോകുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഇടയ്ക്കൂടെ ചില പ്രതിസന്ധികളൊക്കെ നമ്മൾ കാണുന്നുണ്ട് വാർത്തകളിൽ. ഷൈൻ ടോൺ ചാക്കോ, അതുപോലെ ശ്രീനാഥ് വാസി, ഇവരുടെയൊക്കെ ലഹരി ഉപയോഗമൊക്കെ വളരെ വിവാദമായി കത്തിനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലിപ്പോൾ. കൃഷ്ണു, എല്ലാവരും നല്ല ആർട്ടിസ്റ്റാണ്, വളരെ നല്ല ആർട്ടിസ്റ്റാണ്. അവരൊക്കെ ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ എല്ലാത്തിൻ്റെ കാര്യത്തിലും നല്ല ആർട്ടിസ്റ്റാണ്. ഈ മീഡിയാസ് ഓരോന്ന് പറയുന്നുണ്ട്,
അല്ലാതെ എനിക്ക് പറയാൻ പറ്റുമോ? പേഴ്സണലി അറിയില്ല. പക്ഷേ ഇത് ഈ ഒരു തരത്തിൽ പോകുമ്പോൾ ഇപ്പോൾ ഈ കേസുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല ആർട്ടിസ്റ്റുകളാണ് ഇവരെല്ലാം. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇവരെല്ലാവരും മയക്കുമരുന്ന് മാഫിയാണെന്നോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് ആർക്കറിയാൻ പറ്റും? ഇതിങ്ങനെ പറഞ്ഞ് മാഫിയകൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 2 ദിവസം ഇത്രയൊരു അതാണ് നിലവിൽ കണ്ടുവരുന്നത്. ഇപ്പം ശരിക്കും ഇവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല, നമുക്കറിയില്ല. മനുഷ്യൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് അതായത് വളരെ ചെറുതിലേ ഉള്ളത്, അതിൻ്റെ ഓർമ്മകൾ എന്തൊക്കെയുള്ളൂ നിലവിൽ? കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഞാൻ ഈ വീടിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞത് മുകളിലേക്ക് നോക്കുമ്പോഴുള്ള വൃക്ഷങ്ങളെ കാണുന്നത്. ഞാൻ ഒരു ഫുൾ വൃക്ഷമുള്ള ഒരു ക്യാമ്പിൻ്റെ നടുക്കാണത് താമസിക്കുന്നത്. ഫുൾ പോലീസ് ക്യാമ്പിൻ്റെ. കുട്ടിക്കാലത്തെ പോലീസിലെടുത്തു. ഞാൻ കരഞ്ഞു പോകും കേട്ടോ അതപ്പോൾ. കാരണം അന്ന് എൻ്റെ കൂടെ ഒരു പായിൽ ഉണ്ടുറങ്ങി വന്ന ആൾക്കാരാണ് ബിജു മേനോനും ഒക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ വിജയേട്ടൻ അപ്പോൾ ഈ പോലീസ് ക്യാമ്പിൽ എൻ്റെ അച്ഛൻ CI ആയിരുന്നപ്പോൾ ബിജുവിൻ്റെ അച്ഛൻ SI ആയിരുന്നു. അത് ഇവിടെ തൃശ്ശൂർ. എൻ്റെ ഫസ്റ്റ് സീരിയൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആദവയൂബിൻ്റെ സീരിയലായിരുന്നു. എൻ്റെ അതേപോലെ അയ്യൂബ് സാറിൻ്റെ അടുത്ത സീരിയലിൽ ചെയ്തത് മനോജ് കെ ജയൻ. എത്ര വർഷത്തിന് മുന്നുള്ള കാര്യം പറയുന്നത്? വിശ്വസിക്കൂ, ഒരു 35 വർഷം. അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചീത്ത വിളിക്കും. കാരണം അവൻ്റെ പ്രായവും എൻ്റെ പ്രായവും അറിയും. കളിക്കൂട്ടുകാരായിട്ടുള്ള മനോജ് കെ ജയൻ, ബിജു മേനോൻ ഒക്കെ ഇപ്പം അറിയാമല്ലോ, മലയാള സിനിമയിൽ ഇങ്ങനെ കത്തി കയറി നിൽക്കുന്ന സമയത്ത് മനുഷ്യയുടെ എന്തുകൊണ്ടാണ് ആ ഒരു ഇതിലേക്ക് വരാതെ? ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതില് ദൈവത്തിൻ്റെ ഒരു പ്രക്രിയ എന്ന സംഭവം. ഞാൻ ആരാവണം, മനോജ് ആരാവണം, അല്ലെങ്കിൽ ബിജു ആരാവണം എന്നുള്ളത് അവിടുന്ന് ചിന്തിക്കുന്നു. ഇപ്പൊ വിഷ്ണു എൻ്റെ മുമ്പിൽ ഇരിക്കും, ആരാവണമെന്ന് അവിടുന്ന് ചിന്തിക്കുള്ളൂ. ഈ ഫയർമാൻ എന്ന സിനിമയിലേക്ക് മമ്മൂക്കയാണ് എന്നെ ഫയർമാനിലേക്ക് റെക്കമെൻഡ് ചെയ്തത്. ഞാൻ പോയത് അതിൽ നല്ല സീനായിരുന്നു. ഒരു 5-6 സീനോളം വന്നു. നല്ല സീനായിരുന്നു. ഈ മമ്മൂക്കയുടെ കൂടെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ലാലേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു? എനിക്ക് മമ്മൂക്കയുടെ കൂടെയാണ് നന്നായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ലാലേട്ടൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ അവസരം കുറവായിരുന്നു. അധികം മാത്രം ഞാൻ സിനിമയായിട്ട് ചെയ്തിട്ടുള്ളൂ. അച്ഛൻ്റെ കൂടെ ലാലേട്ടൻ്റെ ഏറ്റവും കൂടുതൽ ലാലേട്ടൻ്റെ കൂടെ അച്ഛനായിട്ട് എത്ര സിനിമയിൽ നായകൻ അഭിനയിച്ചിട്ടുണ്ട്? ഞാനൊരു 3 പടത്തിൽ. നിലവിൽ ഉള്ള സീരിയലുകളിൽ ഏതൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നത്? ഞാനിപ്പോ ഏഷ്യാനെറ്റില് ഇഷ്ടംമാത്ര സീരിയലുകളാണ്. അപ്പോൾ ചാനൽ ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ എല്ലാ ആശംസകളുണ്ട്. അപ്പോൾ ഈ മറ്റൊരു വീട്ടിൽ കടന്നു വരികയും വിഷ്ണു മലയാളി സൈനിങ് ഓഫ്. ബൈ.